എല്ലാവർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് വരുന്നുള്ളൂ. എന്നാൽ തന്നെയും അതിന് ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് സ്റ്റെപ്പുകൾ മാത്രം ഉപയോഗിച്ച് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻസ് എല്ലാം കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇക്വേഷൻ, നിങ്ങൾ ആദ്യം പഠിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ nth ടേം കാണാനുള്ള ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന് അറിയാം, കോമൺ ഡിഫറൻസ് എന്താണെന്ന് അറിയാം, n എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. എന്തൊക്കെയാണ് അരിത്മെറ്റിക് സീക്വൻസിൽ നമ്മൾ ടേംസിനെ x1 x2 xn അല്ലെങ്കിൽ t1 t2 t3 അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ടേംസിനെ. ഇനി നമ്പർ ഓഫ് ടേംസ്, ഒരു സീക്വൻസിൽ എത്ര നമ്പേഴ്സ് എത്ര ടേംസ് ഉണ്ട് അതിനെയാണ് നമ്മൾ നമ്പർ ഓഫ് ടേംസ് n എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് d എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആ ലെറ്ററിന് അല്ലെങ്കിൽ അതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ലേ, നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോമൺ ഡിഫറൻസ്, അതുകൊണ്ടാണ് d എന്നുള്ളത് പറയുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്, nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ nth ടേം കണ്ടുപിടിക്കുക. nth ടേം എന്ന് പറഞ്ഞാൽ 5th ടേം ആവാം, 10th ടേം ആവാം, 50th ടേം ആവാം, 100th ടേം ആവാം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്ര വേണമെങ്കിലും ആവാം. ഓക്കെ, ആ ടേം, ആ കറസ്പോണ്ടിങ് ടേം ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് a + n-1 × t. a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. എനെ നമ്മൾ t1 എന്നും x1 എന്നും ഒക്കെ കൊടുക്കാറുണ്ട്, f എന്ന് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ a + n-1 × t. ഓക്കെ, ഇനി നമ്മൾ അഞ്ചാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നാമത്തെ പദത്തിന്റെ കൂടെ 4 പ്രാവശ്യം n-1, അഞ്ചാമത്തെ പദം എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ 5. അപ്പോൾ n-1 എന്ന് പറയുമ്പോൾ 5 - 1 4. ക്ലിയർ ആണല്ലോ. 4 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. 20ാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിലോ ഫസ്റ്റ് ടൈമിന്റെ കൂടെ 19 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ, നമ്മൾ ചെറിയ എക്സാമ്പിൾ വെച്ച് തന്നെയാണ് ഈ ഒരു വീഡിയോയിലും എല്ലാം പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സീക്വൻസ് ആണ്. ഈ ഒരു സീക്വൻസിൽ 2 4 6 8 10 നമ്മുടെ ഈവൻ നമ്പേഴ്സിൻ്റെ ഇരട്ട സംഖ്യകളുടെ ശ്രേണിയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആണ്. ഇത് ഞാനിവിടെ x1 എന്ന് എഴുതി, x2 x3 x4 അങ്ങനെ x6 വരെ 6th ടേം വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് x20 ആണ് കണ്ടുപിടിക്കേണ്ടത്. x20 കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 19 ടൈംസ് d ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈമിന് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 2ന്റെ കൂടെ 19 പ്രാവശ്യം കോമൺ ഡിഫറൻസ് എത്രയാണ്, 2 അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താണ് 2 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, 18 ബാക്കി 1 38. ഇനി 38 + 2 എത്രയാണ്, 40 അല്ലേ? അപ്പോൾ ഇവിടെ അഞ്ചാമത്തെ ടേം 10 ആണ്. അപ്പോൾ 10ാമത്തെ ടേം എത്രയായിരിക്കും, 20 ആയിരിക്കും. 20ാമത്തെ ടേം എത്രയായിരിക്കും, 40 ആണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് x20 20ാമത്തെ ടേം നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ? അപ്പോൾ x20 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഈ ഒരു പ്രോബ്ലത്തിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. അതായത് ഇവിടെ നമുക്ക് ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. അതായത് 2 ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ടേം കിട്ടി, അങ്ങനെ പോയി ലാസ്റ്റ് ടേം 40 ആണ് തരുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ 2നും 40ക്കും ഇടയിൽ, അതായത് ഇതിനിടയിൽ എത്ര ടേംസ് ഉണ്ട്, എത്രാമത്തെ ടേം ആണ് ഈ 40, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ, അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 2 ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം 2 ആയ 2ൽ തുടങ്ങുന്ന 40 വരെ പോകുന്ന സീക്വൻസ്, ഇതിലെ നമ്പർ ഓഫ് ടേംസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിലോട്ട് തന്നെ പോവാം അല്ലേ? ഇവിടെ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്, xn = x1 + n-1 × d എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഇത് nth ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n-ന്റെ വാല്യൂ, എത്ര ടേംസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം നമ്മൾ അറിയേണ്ടത് എന്താണോ അതിനെ മാത്രം = സൈൻ്റെ ഒരു സൈഡിൽ നിർത്തണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആള് n ആണ്. അപ്പോൾ ഈ n-ന്റെ കൂടെ n-1 കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ബ്രാക്കറ്റിലായതുകൊണ്ട് നമുക്ക് തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനി ഓരോരുത്തരെ നമുക്ക് = സൈൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, എന്നാലല്ലേ n-നെ അവിടെ ഒറ്റയ്ക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ xn എവിടെ ഉണ്ട്, nth ടേം ലാസ്റ്റ് ടേം അത് എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. പക്ഷെ നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ ഒന്ന് ഫോം ചെയ്തിട്ട് മാത്രം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. xnന്റെ അടുത്തേക്ക് ആദ്യം ആരെയും നമ്മൾ കൊണ്ടുവരേണ്ടത്, ഇവിടെ ഒരു ടേം എന്ന് പറയുന്നത് x1 ആണ്, പിന്നെ ഒരു ടേം എന്ന് പറയുന്നത് ഇതാണ്.
അപ്പോൾ ഇതിൽ n-1 ഉള്ളത് കാരണം കൊണ്ട് നമ്മൾ അതിനെ അവിടെ നിർത്തിയിട്ട് x1നെയാണ് ആദ്യം കൂടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ xn മൈനസ് x1 എന്നായി. ഓക്കെ, ബാക്കി എന്ത് വന്നു, n-1 ഇൻറ്റു d വന്നു. ഇനി നമുക്ക് ആ രീതിയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുക, n-1 ബ്രാക്കറ്റിലാണ്, അപ്പം നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇവിടെ ഉള്ളത് ഈ d ആണ്. ഡീനെ നമുക്ക് ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ xn മൈനസ് x1 ബൈ ഡി, കണ്ടോ, ഓൾ ഡിവൈഡഡ് ബൈ ഇടണം കേട്ടോ, മൊത്തമാണ് നമ്മൾ ഈ ബൈ എന്ന് എഴുതേണ്ടത്. അപ്പോൾ xn മൈനസ് x1 ബൈ ഡി എന്നായി. ഇവിടെ ഇനി ബാക്കി എന്താ ഉള്ളത്, n-1. ഇനി ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഇവിടെ ഇനി വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ n-1 മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇനി ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കേണ്ട. ഇനി ഇവിടെ -1 ആണ്, നമുക്ക് എന്നിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഒരു -1 അവിടെ എക്സ്ട്രാ നിൽപ്പുണ്ട്, അതിന് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇവിടെ -1 ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, +1 ആവും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോഴത്തെ എഴുതാം. ഇവിടെ xn മൈനസ് x1 ബൈ ഡി ഉണ്ട്. ഇനി ഈ -1 ഇങ്ങോട്ട് വരുമ്പോൾ +1 ആയി. അപ്പോൾ ഈ +1 എന്നുള്ളത് നമ്മൾ എവിടെ എഴുതും, ഇവിടെ മാത്രമായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അത് വേറൊരു ടേമാണ്. അപ്പം നമ്മളിവിടെ +1 എന്ന് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഈക്വൽ ടു, ഇനി അവിടെ എന്തേ ഉള്ളൂ, എന്നേ ഉള്ളൂ. അപ്പം n കാണാനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി, n ഈക്വൽ ടു xn മൈനസ് x1 ബൈ ഡി +1. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഇക്വേഷൻ എങ്ങനെ വന്നതെന്ന് മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഈ പ്രോബ്ലം ഈ ഇക്വേഷനിൽ ഇട്ടിട്ട് ചെയ്തിട്ട് അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു സീക്വൻസ് 2 മുതൽ 40 വരെ ആണ് ടേംസ് തന്നിട്ടുള്ളത്. ഇതിനിടയിൽ എത്ര ടേംസ് ഉണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് nth ടേം എന്ന് പറയുന്നത് 40 ആണ്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്, കോമൺ ഡിഫറൻസ് 2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇനി വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്ര ടേംസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ n അവിടെ ഈക്വൽ ടു xn, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്, 40 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 40 മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ്, 2 ആണ്, 2 ബൈ കോമൺ ഡിഫറൻസ് ഈ ഒരു സീക്വൻസിനെ സംബന്ധിച്ച് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 കൊടുത്തു. ഇനി എന്തുണ്ട്, ഒരു +1 ഉണ്ട്. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. 40-ൽ നിന്ന് 2 പോയാൽ ബാക്കി എത്രയുണ്ട്, 38. 38/2 + 1 എന്നായി നമ്മുടെ ഈ ഒരു പോർഷൻ. ഇവിടെ 38/2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി, 19 അല്ലേ, 19 + 1 = 20. ശരിയല്ലേ, 20ാമത്തെ ടേം 40 ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായല്ലോ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്നുള്ളത് കറക്റ്റ് ആയില്ലേ. അപ്പോൾ ഇങ്ങനെ എന്നിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എത്ര ടേംസ് ഉണ്ട്, നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഒരു ഇക്വേഷനും കൂടെ പഠിക്കാം, കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, അത് 3ാമത്തെ ടേം ഇത്രയാണ്, 6ാമത്തെ ടേം എന്ന് പറഞ്ഞ് ഒരു ടേം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കേണ്ടി വന്നാൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, തേർഡ് ടേം 3ാമത്തെ പദം 16 ആണ്, അതേപോലെ 6ാമത്തെ പദം 31 ആണ് എന്നും തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് പറയാണ് ആ സീക്വൻസ് ഫോം ചെയ്യണം, ആ ശ്രേണി ഏതാണെന്ന് നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ അറിയാവുന്ന 3ാമത്തെ ടേം എത്രയാണെന്ന് അറിയാം, 6ാമത്തെ ടേമും എത്രയാണെന്ന് അറിയാം. നമുക്ക് ഒരു സീക്വൻസ് എഴുതണമെങ്കിൽ എന്തൊക്കെ വേണം, ഫസ്റ്റ് ടേമും വേണം, കോമൺ ഡിഫറൻസ് വേണം. ഇത് രണ്ടും നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം അല്ലേ, നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്. അപ്പം അതിൽ ഉറപ്പായിട്ട് നമുക്ക് കണ്ടെത്തേണ്ട കാര്യങ്ങളിലേക്കുള്ള ഒരു വഴി ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ തേർഡ് ടേം എന്ന് പറയുന്നത് 16 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 6th ടേം എന്നുള്ളത് 31 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഇക്വേഷൻ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്താൽ എന്ത് കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ d ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 3ാമത്തെ പദം 16, 6ാമത്തെ പദം 31. നമ്മൾ വലുതിൽ നിന്ന് ചെറുതല്ലേ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 6ാമത്തെ ടേം എന്നുള്ള ഈ ഒരു കാര്യം സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി 6th ടേം എത്രയാണ്, 31 ആണ്. അപ്പോൾ ഈ 31ൽ നിന്ന്
ടേം ഡിഫറൻസ് എന്നുള്ളതാണ് മുകളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ടേംസ് എന്ന് പറയുന്നത് ഏതാ 16ഉം 31 ആണ് ടേംസ്. അതിന്റെ പൊസിഷൻ ഇത്രാമത്തെ പൊസിഷനിലാണ് ഈ 16ഉം 31ഉം ഉള്ളത്. അപ്പോൾ പൊസിഷൻ എന്ന് പറയുന്നത് 3ഉം 6ഉം ആണ്. ഓക്കെ, അപ്പോൾ ഈ 31ാമത്തെ പദം എന്നുള്ളത് അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 16 കുറയ്ക്കണം, ഡിവൈഡ് ബൈ. ഇനി 31ാമത്തെ പദം എന്ന് പറയുന്നത് 31 എന്ന് പറയുന്ന ടേം ഏത് പൊസിഷനിലാണുള്ളത്? 6ാമത്തെ പൊസിഷനിലാണ്. അപ്പോൾ 31ന്റെ പൊസിഷൻ നേരെ ഇതിന് താഴെ തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ 6ാമത്തെ പൊസിഷനിലാണ് 31 എന്നുണ്ടെങ്കിൽ ഇതിന് താഴെ എന്ത് തന്നെ എഴുതണം? 6 എന്ന് തന്നെ എഴുതണം. ഓക്കെ, ഇനി 3ാമത്തെ പദമാണ് 16. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? 3 എന്ന് എഴുതണം. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. 31ൽ നിന്ന് 16 മൈനസ് ചെയ്യാം. ഇവിടെ 5 ബാക്കി 15. ഓക്കെ, ഇനി 6 മൈനസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എത്ര കിട്ടി? 15/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഈ കിട്ടിയത് എന്താ? കോമൺ ഡിഫറൻസ് ആണ് അല്ലേ? ഡി ആണ്. ഡി നമുക്ക് എത്രയാണെന്ന് കിട്ടി? 5 ആണ് എന്ന് കിട്ടി. അത് മാത്രം മതിയോ ഈ സീക്വൻസ് ഫോം ചെയ്യാനായിട്ട്? പോരാ, എന്തുകൂടെ വേണം? ഫസ്റ്റ് ടേം കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 3ാമത്തെ പദം എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഈ 3ാമത്തെ പദം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? ഫസ്റ്റ് ടേമിന്റെ കൂടെ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? x3 3ാമത്തെ പദം കിട്ടും അല്ലേ? ഈ 3ാമത്തെ പദം എന്ന് പറയുന്നത് a+2d ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ x3 എന്നുള്ളത് എത്രയാണ് നമുക്കറിയാം? 3ാമത്തെ പദം 16 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഇക്വേഷനെ ഇങ്ങനെ എഴുതാം. അതായത് a+2d = x3. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ചെയ്യാനൊരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? എ എത്രയാണ് നമുക്ക് അറിയില്ല അല്ലേ? അതല്ലേ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എ അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. ഇനി 2 × d അല്ലേ? 2 × കോമൺ ഡിഫറൻസ് ആണല്ലോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 5 = തേർഡ് ടേം എന്ന് പറയുന്നത് 16 ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി എ മാത്രം ഇവിടെ നിർത്തുന്നു. ദെൻ ഇവിടെ എത്രയാ? 5 × 2 10 ആണ്. ഇവിടെ പോസിറ്റീവ് 10, അങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് 10 അല്ലെങ്കിൽ -10. ഓക്കെ, 16 - 10. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് 16ൽ നിന്ന് 10 പോയാൽ എത്ര വരുന്നത്? 6. അപ്പൊ എയുടെ വാല്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എത്രയാണെന്ന് കിട്ടി? 6 ആണെന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റ് ടേം കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി സീക്വൻസ് എഴുതാലോ. അപ്പൊ ഫസ്റ്റ് ടേം ആദ്യം നമ്മൾ എഴുതി 6, കോമൺ ഡിഫറൻസ് 5 ആണ് അല്ലേ? 5 ആഡ് ചെയ്യണം അടുത്ത ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പൊ എത്ര കിട്ടി? 11. ഇനി ഈ 11ന്റെ കൂടെ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ 16, ദെൻ 21. ഇതാണ് നമ്മുടെ സീക്വൻസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഇങ്ങനെയുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് = d കാണാനുള്ള ഒരു ഇക്വേഷൻ. ഇനി അടുത്തൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപം, അതല്ലെങ്കിൽ അതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ? അപ്പോൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ കാണാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണല്ലോ ആൾജിബ്രിക് എക്സ്പ്രഷൻ. ഒരുപാട് പ്രാവശ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും അതിൽ വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. nth ടേം കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നെയാണ് ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ നമ്മൾ ഒരു ഭംഗിയിൽ എഴുതുമ്പോൾ n എന്ന് വരുന്ന ആ ഒരു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് വരുന്നത് ഫസ്റ്റ് എടുത്ത് എഴുതുന്നു മാത്രം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇത്രയേ ഉള്ളൂ. xn = a+n-1 × d ആണ് നിങ്ങൾക്കറിയാം. nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത് അല്ലേ? അപ്പോൾ പിന്നെ ആൾജിബ്രിക് എക്സ്പ്രഷൻ പിന്നെ എന്താണ് എന്നുള്ളൊരു സംശയം വരും. ഒന്നുമില്ല, ഈ ഒരു ഇക്വേഷൻ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഭംഗിയിൽ എഴുതുന്നതാണ് നമ്മുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ. nth ടേം കണ്ടുപിടിക്കാനുള്ള ഒരു സിമ്പിൾ ഇക്വേഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a എന്നുള്ളത് അവിടെ കിടക്കട്ടെ, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. d × n dn d × -1 d. ഓക്കെ, അപ്പോൾ ഈ n വരുന്ന ഈ ഒരു ടേമിനെ നമ്മൾ ഫസ്റ്റ് എടുത്ത് എഴുതാണ് dn + a, ഇവിടെ ഒരു -d. ഓക്കെ, ഈ എക്ക് പകരം f എന്ന് എഴുതാം അല്ലെ? f എന്നും എഴുതാറുണ്ട്, എന്നും x1 എന്നൊക്കെ എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ dn + f - d. ഇതാണ് ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻ. ഇത്രയേ ഉള്ളൂ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ബ്രാക്കറ്റിൽ ഇടാൻ വേണമെങ്കിൽ, കാരണം ഇത് നമുക്കൊരു നമ്പർ ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ആയിക്കോട്ടെ. 6, 11, 16 എക്സെട്ര. ഈ ഒരു സീക്വൻസിനെ കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ നോക്കൂ, d എന്നുള്ളത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് എന്താണ്? 5 ആണ് അല്ലേ? അപ്പോൾ 5 ആണ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ്, 5n. ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത്. ഇനി പ്ലസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 6 ആണ്. ദെൻ മൈനസ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്?
5 ഓക്കെ. അപ്പം ഇത് നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്തതിൻ്റെ കാരണം ഇത് തമ്മിൽ നമുക്ക് ആഡ് ആണെങ്കിൽ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, കാരണം 2 നമ്പേഴ്സാണ്. ഇത് നമുക്ക് n ഉള്ളതായതുകൊണ്ട് ഇതിൻ്റെ കൂടെ പിടിച്ച് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 5n അങ്ങനെ തന്നെ എഴുതി. ഇനി 6 - 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? +1. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് എന്ത്, ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ, ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. ഇനി നിങ്ങളോട് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, അതായത് ഈ ഒരു സീക്വൻസ് നിങ്ങൾക്ക് തന്നിട്ടില്ല, ഈ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം തന്നു. എന്നിട്ട് ചോദ്യമാണ്, ഈ ആൾജിബ്രിക് എക്സ്പ്രഷനുള്ള സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? എത്രയായിരിക്കും? വളരെ എളുപ്പമല്ലേ. ഇതാണ് നമ്മുടെ സീക്വൻസ്, ഈ സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോമാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് അല്ലേ നമ്മൾ ഇവിടെ എഴുതുന്നത്, അല്ലേ? dn, എന്നോട് ചേർന്ന് വരുന്നത് എന്താ? d ആണ്. അപ്പോൾ ഇവിടെ എന്നോട് ചേർന്ന് വരുന്ന 5 ആണ് കോമൺ ഡിഫറൻസ്. ക്ലിയർ അല്ലേ? ഇതാണ് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് അറിയാം, ഇത് ചെയ്ത് നോക്കുകയൊന്നും വേണ്ട. എന്നിന് വാല്യൂ കൊടുത്ത് ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും കണ്ടുപിടിച്ച് അത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കോമൺ ഡിഫറൻസ് അറിയാനായിട്ട്. എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാണോ അതാണ് കോമൺ ഡിഫറൻസ്. ഓക്കെ. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ടേം ഏതാണ് എന്ന് ചോദിച്ചാൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫസ്റ്റ് ടേം ഏതാണെന്ന് അറിയണം. എങ്ങനെ അറിയും? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് 5 ആണ്, പ്ലസ് ഇവിടെ വരുന്നത് എത്രയാണ്? +1 ആണ്. 5 + 1 എത്രയാണ്? 6 ആണ്. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് ടേം. ക്ലിയർ അല്ലേ? അപ്പോൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണെന്നുള്ളതും ആൾജിബ്രിക് എക്സ്പ്രഷൻ തന്നാൽ അതിൽ നിന്ന് ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതും, ഈ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടൈമും കിട്ടിക്കഴിഞ്ഞാൽ അരിത്മെറ്റിക് സീക്വൻസ് എഴുതാനും പഠിച്ചില്ലേ. ഇനി തുകകളുടെ സെക്ഷനിലേക്ക്, സംസിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം പഠിച്ചത് നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണെങ്കിൽ എന്തൊക്കെയാണ് പ്രത്യേകത എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു സീക്വൻസ് എഴുതിയിട്ടുണ്ട്, 9, 12, 15. ഇതിൽ ഈ 3 ടേംസ് ആണ് തന്നിട്ടുള്ളത്, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ടേംസ്, തൊട്ടടുത്തുള്ള 3 പദങ്ങൾ. അപ്പോൾ ഈ 3 പദങ്ങളുടെ പ്രത്യേകത എന്താണ്? 3 പദങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 3 അല്ലേ? അപ്പോൾ ഈ 3 എന്നുള്ളത് ഓഡാണ്. ഇവിടെ n = 3. ഈ ഒരു കേസിൽ n എന്ന് പറയുന്നത് 3 ആണ്, അത് ഓഡാണ് അല്ലേ? 3 എന്ന് പറയുന്നത് ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഇതിൻ്റെ സം കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 9 + 12 + 15 എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡിൽ ടേം എത്രയാണ്? 12 ആണ്. മിഡ് ടേം ഓക്കെ, അല്ലെങ്കിൽ 12 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? ഓഡ് നമ്പറായി ഈ 3 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ 9 + 12 + 15 എത്രയാണ് എന്ന് ആഡ് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ് ഈ 12 ഇൻറ്റു 3 ചെയ്യുന്നത്. ഓക്കെ. 36 ആണ് വരുന്നത്. 36 ആണ്. 12 × 3 = 36. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ സം എത്രയാണ് വരുന്നത്? 15 + 9 24, 24 + 12 36. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാണ്, ഇപ്പോൾ 3 കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 36 ആണ്. അങ്ങനെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മിഡിൽ ടേം എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഈ 3 ടേംസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഈ 3 ടേംസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സം കാണാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ അതറിയാമെന്നുണ്ടെങ്കിൽ ബാക്കി ഈ ടേംസ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതായത് ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് 3 ആയിട്ടുള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ 3 കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 36 ആണ്. എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം 3 ആയിട്ടുള്ള ഒരു സമാന്തര ശ്രേണിയിലെ തൊട്ടടുത്ത 3 പദങ്ങളുടെ തുക 36 ആണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ആ പദങ്ങൾ, ഏതൊക്കെയാണ് ആ ടേംസ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പം നമ്മളോട് പറഞ്ഞിട്ട് ഇത് നമുക്ക് തന്നിട്ടില്ല, നമുക്ക് ക്വസ്റ്റ്യൻ ഇത്രയും തന്നിട്ടുള്ളൂ. എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? d എന്ന് പറയുന്നത് 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ആ 3 ടേംസിൻ്റെ സമ്മ്. ഓക്കെ. 3 ടേംസ് എന്ന് പറയുമ്പോൾ x1, x2, x3 എന്നിരിക്കട്ടെ. ഇതിൻ്റെ സം എന്ന് പറയുന്നത് 36 ആണ് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 ടേംസ് ആണ്, ഓഡ് നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മിഡ് ടേം ഇൻറ്റു എത്രയാണ്? നമ്പർ ഓഫ് ടേംസ്, അതായത് 3 = 36 എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൽ നിന്ന് അറിയാത്തത് എന്ത് മാത്രമേ ഉള്ളൂ? മിഡിൽ ടേം മാത്രമേ ഉള്ളൂ. അപ്പം മിഡ് ടേം അവിടെ നിർത്തട്ടെ. മിഡ് ടേം = 36. ഇവിടെ ഗുണനമാണ്, ഇങ്ങോട്ട് വരുമ്പോൾ ഹരണമാകും, = 12. അപ്പം നമുക്ക് കിട്ടിയത് എന്താ? മിഡിൽ ടേം കിട്ടി. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ആരാണ്? x2 ആണ്. അത് 12 ആണ് കിട്ടി.
ഇനി നമുക്ക് എന്തറിയാം, കോമൺ ഡിഫറൻസ് 3 ആണെന്ന് അറിയാം. അപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ മിഡിൽ ടൈമിൽ നിന്ന് ഈ ഒരു ടൈമിൽ നിന്ന് 3 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 9 കിട്ടി. ഇതിൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടൈം കിട്ടി 15 ആയി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി അതേപോലെ തന്നെ നമ്പർ ഓഫ് ടേംസ് ഈവൺ നമ്പർ ആണെങ്കിൽ ഇവിടെ എത്ര ടേംസ് ഉണ്ട്, 1 2 3 4. n 4 ആണ്, അത് ഈവൺ നമ്പർ ആണ്. അപ്പോൾ ഈവൺ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ സം കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഇതിനെ പെയേഴ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു സം ഓഫ് 1 പെയർ ചെയ്താൽ എന്ത് കിട്ടും, ടോട്ടൽ സം കിട്ടും അല്ലേ, ടോട്ടൽ സം. ക്ലിയർ ആണല്ലോ. ഇതും ഇതേപോലെ തന്നെ വരുന്ന പ്രോബ്ലങ്ങളിൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈവൺ നമ്പേഴ്സ് ആണ്, അതായത് ഈവൺ നമ്പേഴ്സ് എന്നല്ല, നമ്പർ ഓഫ് ടേംസ് ഈവൺ ആണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസിലായാലും ഇതിപ്പോൾ ഓഡ് നമ്പേഴ്സ് ആണല്ലേ ടേംസ്, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഈ 18 എന്നും കൂടി തന്നിട്ടുണ്ട്. ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയായി, n ഈസ് ഈക്വൽ ടു 4 ആയി. അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്, ഇതിന്റെ സം കാണാനായിട്ട് നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 2 പെയർ 2 ഇൻറ്റു എന്ത് ചെയ്യണം, നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു സം ഓഫ് 1 പെയർ 18 പ്ലസ് 9 അത് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, സോറി നമ്പർ ഓഫ് പെയേഴ്സ് അത് കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ സം കിട്ടും. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു 3 ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാനായിട്ട് ഇപ്പോൾ 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണണം, അല്ലെങ്കിൽ 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണണം. 1 മുതൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, 1 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ നിന്നാവണം, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സം കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. n എന്ന് പറയുന്നത് എന്താണ്, ലാസ്റ്റ് ടൈം. ഇപ്പോൾ 100 നമ്പേഴ്സിൻ്റെ 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് കാണണമെന്നുണ്ടെങ്കിൽ 100 ഇൻറ്റു 101/2 എന്നാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ. ഇനി അതേപോലെ ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്, 1 മുതലുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് എന്നുണ്ടെങ്കിൽ 1 3 5 എക്സെട്ര. ഇതിൽ നമുക്ക് ആദ്യത്തെ 20 ടേംസിൻ്റെ സമ്മാണ് കണ്ടത്. എത്രയാണ് ടേംസിൻ്റെ എണ്ണം, അതാണ് n. അപ്പോൾ ചെയ്യേണ്ടത് n-ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 3 എണ്ണത്തിൻ്റെ സം കാണാൻ പോവാണ്. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 ആണ്. അപ്പോൾ 1 2 3 ടേംസ് അല്ലേ, അപ്പോൾ 3യുടെ സ്ക്വയർ എത്രയാണ്, 9 ആണ്. അപ്പോൾ 5 പ്ലസ് 1 6 ആണ്, 6 പ്ലസ് 3 9 ആണ്. ഓക്കെ, അങ്ങനെയാണ് ഈ n സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടേംസിൻ്റെ സം കാണണോ ആ നമ്പർ ഓഫ് ടേംസിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സം കിട്ടും. ഇനി ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് എന്നുണ്ടെങ്കിൽ സം കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1 എന്നുള്ളതാണ്. ഇവിടെ 2 4 6 വരെയാണ്. അപ്പോൾ 6 വരെയുള്ള ഈ സം കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എന്നിന്റെ വാല്യൂ എത്രയാണ്, 6 എന്ന് എടുക്കരുത്. 6 എന്നുള്ളത് ടേം ആണ്, n എന്നുള്ളത് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. ഇവിടെ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 2 3 ആണ്. ക്ലിയർ ആണല്ലോ. ഇനി n ഇൻറ്റു n പ്ലസ് 1 3 ഇൻറ്റു 3 പ്ലസ് 1 4 സമം 12. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും n-ന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വരരുത്. ഇതിൽ സം കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1, ഇവിടെ 3 ഇൻറ്റു 4 12. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ചെറിയ എക്സാമ്പിൾ വെച്ചിട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ട് അതിൽ നമുക്ക് ഇത്ര ടേംസിൻ്റെ സം കാണണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ഇക്വേഷനാണ് മെയിനായിട്ട് ഉപയോഗിക്കുക. ഒന്ന് SN, സം ഓഫ് n ടേംസ്. ഓക്കെ, n ടേംസിൻ്റെ സം കാണണമെങ്കിൽ n/2 ഇൻറ്റു x1 പ്ലസ് xn. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്, x1 എന്നുള്ളത് ഫസ്റ്റ് ടേം ആണ്, xn എന്നുള്ളത് ലാസ്റ്റ് ടേം. ഇപ്പോൾ 20 ടേംസിൻ്റെ സമ്മാണ് കാണണമെന്നുണ്ടെങ്കിൽ n എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും, 20ാമത്തെ പദമാണ് xn. ക്ലിയർ ആണല്ലോ, അതിൽ സംശയമൊന്നുമില്ലല്ലോ, അതൊരു കാരണവശാലും തെറ്റിക്കരുത്. ഇനി ഇവിടെ നമുക്ക് nth ടേം തന്നിട്ടില്ല, പകരം കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനെ ഇങ്ങനെ ആക്കിയിട്ട് എഴുതാം. അതായത് nth ടേം കാണാനുള്ള ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് കൊടുക്കാം. nth ടേം നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല, എന്നാൽ കോമൺ ഡിഫറൻസ് അറിയാം എന്നുണ്ടെങ്കിൽ n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 എന്ന് n-1 ഇൻറ്റു d എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സീക്വൻസിൻ്റെ എത്ര ടേംസിൻ്റെ ആണോ സം കാണേണ്ടത് അത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്ര ഇക്വേഷൻസ് ആണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാവരും നല്ലപോലെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിട്ടുള്ളത് അതുപയോഗിച്ച് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം എന്ന് സെലക്ട് ചെയ്യുന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുള്ളത്. എന്നാൽ അത് വളരെ കറക്റ്റായിട്ടാണ്
ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആൻസർ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഇക്വേഷനോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്.